ഓം നമ ശിവായ. കരം ജ്യോതിഷ നിലയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പറയുന്നത് 2025 മാർച്ച് 29 ശനിയാഴ്ച 11:01 നടക്കുന്ന മഹാശനി മാറ്റത്തെ പറ്റിയാണ്. കഴിഞ്ഞ 7.5 വർഷമായി ഏഴര ശനിയുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പൊറുതിമുട്ടിയവരാണ്. മകരം രാശിക്കാരായ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടമരക്കാർ ഇവരിപ്പോൾ ഏഴര ശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടി സഞ്ചരിക്കുകയാണ്. ഇവരുടെ ഏഴര ശനി ആരംഭിച്ചത് 2017 ജനുവരി 26 ശനിയുടെ ധനുരാശിയിലേക്കുള്ള പ്രവേശനത്തോടെ ആയിരുന്നു. അന്നു മുതൽ ഇന്നു വരെ മകരം രാശിക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകൾക്കും നഷ്ടങ്ങൾക്കും കണക്ക് ഉണ്ടാവില്ല. ജീവിതത്തിൽ ഇനി മുമ്പോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം മകരം രാശിക്കാരും. പ്രത്യേകിച്ച് ജാതകത്തിൽ ശനി ബലഹീനനായി ഇരിക്കുന്നവർക്ക് നമ്മൾ ഏറെ വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്നും തന്നെ നമുക്ക് ചതിവ്, വഞ്ചന എന്നിവയൊക്കെ ലഭിച്ചു വരുന്നതായി അനുഭവപ്പെടും. എന്നാൽ ഇനി വരുന്ന ശനിമാറ്റത്തോടു കൂടി ശനിയുടെ ദോഷം വിട്ടുമാറി സൗഭാഗ്യ കാലഘട്ടം, രാജയോഗപ്രദ യോഗ്യമായ കാലഘട്ടം വന്നു ചേരാൻ പോകുകയാണ്. ഏഴര ശനിയുടെ എല്ലാ ദോഷഫലങ്ങളും മാറി ശനി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ച് ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നതാണ്. 3-ാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്തേക്കാണ് ശനി വരുന്നത്. ജീവിതത്തിൽ നന്മകൾ, നേട്ടങ്ങൾ എന്നിവയും നല്ല ജോലി, ബിസിനസ്സിൽ പുരോഗതി, കർമ്മരംഗത്തെ ഉയർച്ച എന്നിവയ്ക്കെല്ലാം മകരം രാശിക്കാർ സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. വീട് വിട്ട് അകന്നു താമസിക്കേണ്ടി വന്നവർ, ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നിവർക്കെല്ലാം ആശ്വാസത്തിന്റെ ഒരു കാലം ഉണ്ടാകുവാൻ പോകുകയാണ്. ശനി ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് അനുഗ്രഹിക്കുന്നതാണ്. ശനി മാർച്ച് 29 മുതൽ 2-ൽ നിന്നും ഉപജയസ്ഥാനമായ 3-ൽ ഗുരുവിന്റെ വീടായ മീനം രാശിയിൽ സഞ്ചരിക്കാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ അകന്ന് കടം കൊണ്ട് പൊരുതിമുട്ടിയവർക്ക് വിജയം സുനിശ്ചിതമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് വിദേശത്തായാലും സ്വദേശത്തായാലും നല്ല ജോലി ലഭിച്ച് സാമ്പത്തികം ഉയരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ജോലിയുള്ളവർക്ക് ശമ്പള വർധനവും പ്രമോഷനോ ലഭിക്കുന്നതാണ്. വിവാഹ തടസ്സം നേരിട്ടവർക്ക് തടസ്സങ്ങൾ മാറി നല്ല പങ്കാളിയെ തന്നെ ലഭിക്കുന്നതാണ്. സന്താന യോഗം ഉണ്ടാകുന്നതാണ്. പിണങ്ങി ഇണങ്ങി കഴിയുന്ന ദമ്പതിമാർ വീണ്ടും ഒത്തുചേരും. നിങ്ങൾ ഏതൊക്കെ ഉദ്യമങ്ങളിൽ പരാജയപ്പെട്ടോ അതിൽ എല്ലാം വിജയം കാണാൻ പോകുകയാണ് ഈ ശനി മാറ്റത്തോടു കൂടി. കൂടാതെ ഏത് കാര്യവും ചെയ്താലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും എന്ന ഒരു മനോധൈര്യം നിങ്ങൾക്ക് ശനി ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ്. ഇനി 2027 വരെ ശനി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കും. നിങ്ങളുടെ അലച്ചിലുകളെല്ലാം തീർന്ന് ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ സ്വന്തമാക്കാൻ ഈ ശനിമാറ്റത്തോടു കൂടി സാധിക്കുന്നതാണ്. ഈ സമയം മകരം രാശിക്കാർ അവരവരുടെ സ്വന്തം ജനന ജാതകം ഒന്നും കൂടി പരിശോധിച്ച് ഇപ്പോൾ ശനിദശ ജീവിതത്തിൽ നടക്കുന്നവരുണ്ടോ, ശനി ജാതകത്തിൽ ശുഭനാണോ പാപനാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്രഹത്തിന്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ നടക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. നന്ദി, നമസ്കാരം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.